യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ മുഖപക്ഷം കാണിച്ചാൽ അത് പാപമെന്ന് യാക്കോബ് 2-ന്റെ 3-4 വാക്യം അത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ച് പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തന്മാർ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദരിദ്രനും വന്നാൽ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുമുഖനിരുന്നാലെന്നും ദരിദ്രനെ നോക്കി അവിടെ നിൽക്ക എന്നും നീ എൻ്റെ പാദപിടത്തിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ? അപ്പോൾ ഈ പുതിയ നിയമ പ്രമാണം എവിടെയാ ഉള്ളത്? ഉള്ളിൽ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-3-4 വാക്യം വായിച്ചു വരുമ്പോൾ ഇത് ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി ഈ പ്രമാണം. അതാണ് ഉള്ളിൽ പ്രമാണം എന്ന് ഇവിടെ പറയുന്നത്. ഉള്ളിൽ പ്രമാണം എന്ന് പറഞ്ഞാൽ പുതിയ നിയമ പ്രമാണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ എഴുതി. പഴയ നിയമ മൊസൈക് ലോ അല്ലെങ്കിൽ മോശയുടെ പ്രമാണം അത് കല്ലിലെഴുതി. മോശയോട് 2 കല്ല് എത്തിക്കൊണ്ടുവരാൻ പറഞ്ഞു, അതിലെഴുതി, കല്ലിലെഴുതി മോശൈക പ്രമാണം, അതിന് മൊസൈക് ലോ എന്നും. ഇത് ക്രിസ്തുവിൻ്റെ പ്രമാണം ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി. അത് പരിശുദ്ധാത്മാവിനാൽ മർക്കോസിന്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ സംഭവിച്ചു. ഇതൊന്നും നമ്മൾ അറിയാതിരിക്കരുത്. ഈ യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ ഈ പ്രമാണം ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് കൊടുത്തത്. സ്തോത്രം. പത്രോസിൻ്റെ ഉള്ളിൽ പ്രമാണമുണ്ടായി. പൗലോസിൻ്റെ എല്ലാവരുടെ ഉള്ളിൽ ഹൃദയത്തിൽ പ്രമാണം കർത്താവ് എഴുതി കൊടുത്തു. നമ്മളും അത് വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തി കിട്ടുന്ന പ്രമാണമുള്ളവൻ ഒരു പിശാച് അവനെ ഒരു ചുക്കും ചെയ്യത്തില്ല. കാരണം ഉള്ളിൽ വചനം കിടക്കുക, ഉള്ളിൽ പ്രമാണം കിടക്കുക. മത്തായി 4, ലൂക്കോസ് 4, 2 അധ്യായങ്ങളിൽ യേശുവിനെ പരീക്ഷിക്കുന്ന സാത്താൻ്റെ 3 പരീക്ഷകൾ: കല്ലപ്പമായി തീരുക, മുകളിൽ നിന്ന് ചാടുക, പിന്നെ വീണ് നമസ്കരിക്കുക. ഈ 3 സാത്താനിലെ പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷൻ കർത്താവ് വിജയിച്ചു. എന്തുകൊണ്ട്? ഹൃദയത്തിൽ പ്രമാണമുള്ളത് കൊണ്ട്. കർത്താവ് എന്താ പറഞ്ഞേ? കല്ലപ്പമായി തീരാൻ സാത്താൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഹൃദയത്തിലുള്ള പ്രമാണമെടുത്ത് സാത്താനെതിരെ പ്രയോഗിക്കുക. അതിനാണ് പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞ ദൈവവചനം എന്ന വാളെടുത്ത് പ്രഹരിക്കുക. മോളിൽ നിന്ന് ചാടാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ ചാടി കയ്യും കാലും ഒടിഞ്ഞ് അവിടെ കിടന്നേ. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് കാത്തുകൊള്ളുമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. വീട് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ വീട് നമസ്കരിച്ച് പലസ്തീൻ നാട്ടിലെ കല്ലെല്ലാം അപ്പമാക്കി തീർത്ത് വലിയ കോടീശ്വരന്മാരായി ജീവിച്ച് നശിച്ച് നരകാഗ്നി പോയെന്നെ. കർത്താവ് എന്താ പറഞ്ഞു? ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു പിശാച്. അവസാനം ഒന്നുകൂടി പറഞ്ഞു, ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കി. മനസ്സിലായോ? യാക്കോബ് അതാ പറയുന്നത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രമാണമുള്ളവരായിരിക്കാം. അതാ 4-ാം വാക്യത്തിൽ, നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ? അപ്പൊ ഈ മുഖപക്ഷം കാണിക്കുന്നവരാരാ? ഹൃദയത്തിൽ പ്രമാണം ഇല്ലാത്തവരാ. ഇന്ന് ആത്മീയഗോളത്തിലുള്ള ഏറ്റവും വലിയൊരു പാപമാണ്. പാസ്റ്റർമാരുടെയും വിശുദ്ധന്മാരുടെയൊക്കെ ഇടയിലുള്ള ഏറ്റവും വലിയ പാപത്തിലൊന്നാണ് മുഖപക്ഷം കാണിക്കുക. ജാതിയിൽ കുറഞ്ഞവനെ, വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞവനെ, പിന്നെ ഭൗതികമായി സമ്പത്ത് കുറഞ്ഞവനെ ഒക്കെ കുറച്ച് കാണിക്കുന്ന പാസ്റ്റർമാരുണ്ട് ഇവിടെ. കണ്ടെയ്നർ കണക്കിന് കിടപ്പുണ്ട്. എൻ്റെ 50 വർഷത്തെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു വിഷയം. ഹല്ലേലൂയ. സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവിടെ പോക്കറ്റിൽ കാശ് കുറവായി, ചെറുതാണ്. അതുകൊണ്ടാണ് ബാംഗ്ലൂരിലൊരു പാസ്റ്റർ പറഞ്ഞത്, ഇന്നേക്ക് 10-40 വർഷം മുമ്പ് കിട്ടിയ കാശ് പിച്ചക്കാശും ഇപ്പോൾ 7 മിഷ്യൻ വെച്ച് എണ്ണുമ്പോൾ അത് സ്വോത്രകാഴ്ചയും ദശാംശവും വഴിപാടും അത് ബാങ്കിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഡംപ് ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സുഖിച്ച് സന്തോഷത്തോടെ ജീവിച്ച് സുഖിച്ച് പൊളച്ചുകൊണ്ടിരിക്കുക. നാശത്തിലേക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല. 7 രൂപ 50 പൈസ പിച്ചക്കാശും ലക്ഷങ്ങൾ എണ്ണിക്കൊണ്ടുവന്ന് ബാങ്കിൽ ഡംപ് ചെയ്യുമ്പോൾ അത് സ്തോത്രകാഴ്ചയും ദശാംശവും. മുഖപക്ഷം. ക്ലിയർ ആയില്ലേ? പാപമല്ലേ?
ഈ പാപം ചെയ്ത ദേഹി മരിക്കുമെന്നല്ലേ പുസ്തകം. അതവിടുത്തെ വിഷയം. അതുകൊണ്ട് മുഖപക്ഷം കാണിക്കുന്നത് പാസ്റ്റർമാർ നിർത്തുക, വിശ്വാസികളായ നമ്മൾ നിർത്തുക, എല്ലാവരും ഒരുപോലെ കാണുക. നമ്മുടെ ജഡത്തിൽ കിടക്കുന്നൊരു അലിഞ്ഞു കിടക്കുന്നൊരു സ്വഭാവമാണ്, രക്തത്തിൽ കിടക്കുന്നൊരു സ്വഭാവമാണ്. ഒരു സാധു വിശ്വാസി വന്നാൽ അവന് കൂടുതൽ പരിഗണന കൊടുക്കണമെന്നാണ് എൻ്റെ പക്ഷം. നമ്മുടെ ഇവിടെ ഒരു സഹോദരൻ വന്നു, ജോസ് കുഞ്ഞ്. വളരെ കാര്യമായിട്ടാണ് ഞങ്ങൾ ആ സഹോദരനെ കെയർ ചെയ്തത്. അദ്ദേഹത്തിന് അത് മനസ്സിലായി. സ്തോത്രം. അതുപോലെ നമ്മുടെ ഫ്രാൻസിസ് ഇന്ന് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോയിരിക്കുക. അദ്ദേഹമൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണുന്നത്. കാശുള്ളവരെക്കാൾ ബഹുമാനം അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത. കാരണം എന്താ? ഈ വചനമാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ല വേറൊന്നുമല്ല. ഈ വചനത്തിൻ്റെ പഠനങ്ങൾ, യാക്കോബിൻ്റെ പഠിപ്പിക്കല്, കർത്താവിൻ്റെ പഠിപ്പിക്കല്. കർത്താവ് ആരാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടല്ലോ 2 വാക്യത്തിലൂടെ. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലോട്ട് കയറിയാൽ മാത്രമേ നമുക്ക് ആത്മീയമായി ഈ വചനങ്ങൾ അനുസരിച്ച് മുഖപക്ഷം കാണിക്കാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇത് മാത്രമല്ല, എല്ലാ വിഷയങ്ങളും, ഓരോ മുഖപക്ഷം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഉപദേശം ഉള്ളിൽ കാരണം, അതുപോലെ എല്ലാ വിഷയത്തെക്കുറിച്ചുള്ള ഉപദേശം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയാലേ അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സങ്കീർത്തനം പാടി പാട്ടും പാടിക്കൊണ്ടിരുന്ന ഒരു ചുക്ക് നടക്കില്ല. ഒരു മുടിനാര് പോലും ആത്മീയ വളർച്ച നമുക്ക് ഉണ്ടാകത്തില്ല, ആത്മീയ വർധന ഉണ്ടാകത്തില്ല, ആത്മീയ നിറം ഉണ്ടാകത്തില്ല. ഈ വചനം ഉള്ളിൽ കയറിയാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. എബ്രായർ 4:12 ഒന്ന് വായിച്ചേ. എബ്രായർ 4:12. ഹല്ലേലൂയ, സ്തോത്രം. എന്താ അവിടെ എഴുതി വെച്ചേക്കുന്നത്? എബ്രായർ 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലോട്ട് പ്രവേശിച്ചാൽ അതവിടെ ക്രിയ ചെയ്യും. ഈ വചനമെന്ന വാള് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ദൈവഹിതമല്ലാത്ത ചിന്തകളെയും നിരൂപണങ്ങളെയും ഇടപാടുകളെല്ലാം മുറിച്ചു മാറ്റും. അതാണ് എബ്രായ ലേഖനത്തിൽ യാക്കോബ് പഠിപ്പിച്ചത്. വലിയ കട്ടിയായൊരു പദമാണ്. കാരണം എബ്രായരോടാ അത് പറയുന്നത്. എബ്രായർ ആരാ? വചനം കേട്ടിട്ട് അനുസരിക്കാത്തൊരു വലിയ സമൂഹമായി യഹൂദജാതി. ലോകത്തിലെ ഏറ്റവും അനുസരണക്കേടുള്ളൊരു ജാതി ഏതെന്ന് ചോദിച്ചാൽ യഹൂദജാതിയാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റു ജാതികളുള്ളൂ. യഹൂദന്മാരാണ് ഏറ്റവും വലിയ അനുസരണക്കേട് കാണിച്ച ഒരു വർഗം. കാരണം അവർക്ക് പ്രമാണമുള്ളവരാ. പ്രമാണം അവർക്ക്, ആലയം അവർക്ക്, പിന്നെ യാഗങ്ങൾ എല്ലാം അവർക്കാണ്. ആ പ്രമാണം ലഭിച്ച യഹൂദൻ പ്രമാണം തെറ്റിച്ചപ്പോൾ അനുഭവിച്ച കഷ്ടതകളെ കുറിച്ച് ചരിത്രം പഠിക്കണം. നമ്മൾ ലോക ചരിത്രം, ഹിസ്റ്ററി. യഹൂദൻ അനുഭവിച്ചതുപോലെ കഷ്ടപ്പാടുകൾ ലോകത്തിൽ ഒരു ജാതി അനുഭവിച്ചിട്ടില്ല, ഇനി അനുഭവിക്കാനും പോകുന്നില്ല. കുഞ്ഞുങ്ങളെ ഓമനിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിച്ച ഭീകരമായ ഭീഭത്സമായ ഒരു ചരിത്രം പോലും അവർക്കുണ്ട്. വിശന്നിട്ട് കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്ന ചരിത്രം യഹൂദജാതിക്കുണ്ട്. അതൊക്കെ അത് വിശന്നിട്ടാണെന്ന് വെച്ചോ. ഇത് നിങ്ങൾ ജാതികളോട് ഇടകലരരുത്. നിങ്ങൾ പോകുന്ന ദേശത്തുള്ള ജാതികളെ നിഗ്രഹിച്ചിട്ട് വേണം അവിടെ താമസിക്കാൻ. അമ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, ഇങ്ങനെ 7-8 കൂട്ടം ജാതി, 8-9 കൂട്ടം ജാതികളുണ്ട്. അവർ പോകുന്ന സ്ഥലങ്ങളിൽ, ഇസ്രായേൽ പോയി പാർക്കുന്ന സ്ഥലങ്ങളിൽ ജാതികളെ തെരഞ്ഞു പിടിച്ച് കൊല്ലണം. കുഞ്ഞുങ്ങളെപ്പോലും ഉന്മൂലനാശം ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? അയത്തുകൾ വളർന്നു വന്നാൽ ആ ജാതിക സ്വഭാവം ഇസ്രായേൽ ഒപ്പിയെടുക്കും. അങ്ങനെ ഇസ്രായേൽ ഒപ്പിയെടുത്ത് ജാതികൾ കാണിക്കുന്നതൊക്കെ ഇസ്രായേലും ചെയ്യും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചതെന്ന് യെഹെസ്കേൽ പ്രവാചകൻ വിലപിക്കുന്നത്. മനസ്സിലായോ? അല്ല, മനുഷ്യരെ കൊല്ലാനല്ല ദൈവം പറഞ്ഞത്. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് യഹൂദ ജാതിയായിരുന്നു. അവരുടെ നിക്ഷേപം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ വിലയേറിയ നിക്ഷേപമാണ് പുതിയ നിയമസഭ.
അതിന്നത്തെ വിശ്വാസികൾ മനസ്സിലാകാതെ പോവുക. പൊട്ടന്മാരെ പോലെ ആ വിഷയത്തിൽ ഒരു അറിവില്ലാത്തവരായി തീർന്നിരിക്കുക. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭയാണ് കർത്താവിന് ഏറ്റവും വലുത്. എന്നാൽ അത് പ്രമാണം അനുസരിക്കുന്നില്ലെങ്കിൽ ജാതികളുടെ കയ്യിലോട്ട് യഹൂദന്മാരെ എറിഞ്ഞു കൊടുത്ത പോലെ നമ്മളെ എറിഞ്ഞു കൊടുക്കും. അവസാനം നമ്മളവിടെ കിടന്ന് അയ്യം വിളിച്ച് തല്ലുകൊണ്ട് ചത്ത് നശിച്ച് നാമവിശേഷമായി തീരുമെന്ന് നമ്മളും മനസ്സിലാക്കിയാൽ നന്ന്. കാട്ടൊലിവായ നിന്നെ നല്ല ഒലിവിനോട് ചേർത്തൊട്ടിച്ച് നല്ല ഫലം കായ്ക്കാൻ യജമാനൻ നോക്കിയിരിക്കുമ്പോൾ നീ കാട്ടൊലിവായി തീർന്നാൽ നിന്റെ ഫലമില്ലാത്ത ഗുണമില്ലാത്ത അവസ്ഥ നിന്നിലും കണ്ടാൽ എന്തു പറ്റും? സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം! ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇതൊന്നും പുതിയ നിയമത്തിൽ ആരും പ്രസംഗിക്കുന്നില്ല. കാരണം ഇതൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളല്ലേ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഉള്ളിൽ ന്യായപ്രമാണമുള്ളവരായിരിക്കണം എന്ന് സ്തോത്രം വേദപുസ്തകം നന്നായി പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും 8 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈപിടിച്ച് ഇസ്രായേലിൻ ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നുമില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ പ്രമാണം, ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. കേട്ടോ, ന്യായപ്രമാണം ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവ് പറഞ്ഞു. അതാണ് മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെ സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് ഈ പ്രമാണം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൽ എഴുതി തരും. നമ്മളത് വായിച്ചും ദൈവവചനം വായിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പതിയിച്ചു തരും. അതിന് പുസ്തകം വായിക്കണം, പഠിക്കണം. വേദപുസ്തകം വായിക്കാത്ത ക്രിസ്ത്യാനിയെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ഇന്നത്തെ ലോകം. 24 മണിക്കൂറിൽ എത്രത്തോളം വചനം ധ്യാനിക്കുന്നവരുണ്ട്, എത്രത്തോളം പ്രാർത്ഥിക്കുന്നവരുണ്ട്. തെക്കും വടക്കും അറിഞ്ഞുകൂടാത്ത പോപ്പ് പോലും ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ കാത്തലിക് സഹോദരന്മാര് മൊബൈലിൽ മാന്തി കളിക്കുന്ന സമയം നിങ്ങൾ വേദപുസ്തകം വായിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ മനുഷ്യന് ആ ചിന്ത വന്നല്ലോ ഉള്ളിൽ. അപ്പം എല്ലാവരിലും ചില നല്ല ഘടകങ്ങളുണ്ട്, അത് നമ്മൾ അംഗീകരിക്കാം. തെറ്റ് നമ്മൾ എതിർക്കുകയും നന്മയെ അനുകരിക്കുകയും ചെയ്യാം. സ്തോത്രം. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പം അതുകൊണ്ട് ഉള്ളിൽ പ്രമാണമുള്ളവരായി നമ്മൾ തീരണമെന്ന് യാക്കോബ് നമ്മോട് ശക്തമായി ഇടപെടുകയാണ്. പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. ദരിദ്രരെ എന്ത് ചെയ്തു? വിശ്വാസത്തിൽ സമ്പന്നരാക്കി. എന്താ കാശുള്ളവരെ തിരഞ്ഞെടുക്കാത്തത്? കാശുള്ളവരെ എന്താ സമ്പന്നരാക്കാത്തത്? അവരാ കാശ് നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ആ നിക്ഷേപത്തിൽ ഹൃദയം ഉടക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഉപദേശം അങ്ങോട്ട് കയറത്തില്ല. എനിക്കറിയാം ഒത്തിരി ധനാഢ്യന്മാരായ വിശ്വാസികളെ എനിക്കറിയാം. അവർ നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവര് സാധുക്കളായ വിശ്വാസികളുടെ മേൽക്കോയ്മ നടത്തുന്നവരാണ്. എന്താണ് അതിൻ്റെ കാരണം? അവരുടെ ധനം, അവരുടെ സ്ഥാനം, അവരുടെ മാനം. അതുകൊണ്ടാണ് ആ കൊച്ചു പയ്യനോട് പറഞ്ഞ്, നിനക്കുള്ള വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വന്നാൽ നിത്യജീവൻ തരാം. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് പലരും. സ്തോത്രം. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുള്ളിൽ കടക്കുന്ന പോലെയാണെന്ന് കർത്താവ് പറഞ്ഞു. ആ സൂചിക്കുഴയെ കുറിച്ചൊക്കെ ഒത്തിരി തെറ്റായ വ്യാഖ്യാനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ സമ്പത്ത് ദൈവത്തെ അറിയാൻ തടസ്സമാണ്. നമ്മുടെ സമ്പത്ത് ഒന്ന് താഴ്ന്നു വരാൻ തടസ്സമാണ്. താഴ്മയുള്ള ഹൃദയം പ്രാപിപ്പാൻ സമ്പത്ത് തടസ്സമാണ്. ഞാൻ സൗന്ദര്യം താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. സമ്പന്നന്മാർക്ക് ആശ്വാസമില്ല, ഒരു സ്വസ്ഥതയില്ല അവർക്ക്. അവരുടെ ഹൃദയം പുകഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും.
ഒരു സമാധാനമില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിശാച് അവരെ ഇട്ട് സിക്സർ അടിച്ചുകൊണ്ടിരിക്കുക. അവരതറിയുന്നില്ല. അവരിടയ്ക്കിടയ്ക്ക് പാട്ടും പാടി പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്നെങ്കിലും സാത്താൻ അവരെ എടുത്ത് അടിച്ച് പൊളിക്കുകയാണെന്നുള്ളത് അവർ മനസ്സിലാകുന്നില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, സമ്പത്ത് ദരിദ്രന്മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പൗലൂസ് പറഞ്ഞതിലേക്ക് വരിക, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. സമ്പത്ത്, അധികൃതമായ സമ്പത്ത് വന്നാൽ, കണക്കിൽപ്പെടാത്ത സമ്പത്ത് വരുമ്പോൾ അത് നമ്മളെ അഹങ്കാരികളാക്കും. ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. ഈ പോലീസുകാരൊക്കെ തല്ലിച്ചതയ്ക്കുന്നതിൻ്റെ കാര്യം എന്താ? നമ്മുടെ തൃശ്ശൂരിൽ നടന്ന വിഷയം, ഇതിൻ്റെ ഇടയിൽ ദൈവമക്കൾ ക്ഷമിക്കണേ ഇത് പറയുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുന്നതിൽ താല്പര്യമില്ല. പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. 4 പോലീസുകാരൊരുത്തനെ തല്ലിച്ചതച്ചിട്ട് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു കേസ് ഒതുക്കി തീർക്കാം. അപ്പോൾ ഒരാളൊരു കമൻ്റ് ഇട്ടു, ഈ കള്ളന്മാർ മദ്യപാനികളെ ഇവരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് കൈക്കൂലി മേടിച്ച് ലക്ഷങ്ങൾ ഒരു സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ കൊടുക്കാമെന്നായി പറയുന്നത്. ഞങ്ങളുടെ കൂടെ ഒരു വിശ്വാസി പോലീസ് ഉണ്ടായിരുന്നുകൊണ്ട് അത് തീർന്ന് മനസ്സിലായി. അദ്ദേഹത്തെ ഈ മണലും അധികൃതമായി ഭാരം കയറ്റി വരുന്ന ലോറികളെ പിടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുത്തിട്ടു. ഞങ്ങളുടെ ഇവിടെ വരുന്ന ജോണച്ചാൻ പോലീസിലായിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞ കഥയാണ് എത്ര സത്യം. ലോറിക്കാരെല്ലാം ഓടിച്ചിട്ട് പിടിക്കും. മണൽ കൊണ്ടുപോകുമ്പോൾ മുകളിലൊരു ഷീറ്റ് ഇട്ടുകൊണ്ടെന്നുള്ള, ആ ഷീറ്റ് ഇടാതെ പോയാൽ കയറി പിടിക്കാം, ചാർജ് ചെയ്യാം, 5000 10,000 വെച്ചൊക്കെ മേടിക്കും. അങ്ങനെ വണ്ടിക്കാരെയൊക്കെ ഓടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു 10-25,000 രൂപ ഇവർ 5 പേരുണ്ടാക്കും എന്നാണ് പറയുന്നത്. അതിൽ 10 രൂപ ഏമാൻ എടുത്തിട്ട് ബാക്കി രൂപ ഈ 4 പേര് കൂടി ഡിവൈഡ് ചെയ്തെടുക്കും. ഒരു ദിവസം ഈ നിലയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ എത്ര ലക്ഷങ്ങളാണ് അവർക്ക് വരുമാനം. പിന്നെ എങ്ങനെയാ മനുഷ്യനെ തല്ലിച്ചതയ്ക്കാത്ത? ഈ ധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി അഹങ്കാരികളും നിഗളികളുമായ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കണ്ണിച്ചോരായില്ലാത്ത മനുഷ്യർ, പാവങ്ങൾ കിട്ടുമ്പോൾ അവരിൽ നിന്നൊന്നും കിട്ടാനില്ലെന്ന് വയ്ക്കുമ്പോൾ തല്ലിച്ചതയ്ക്കുകയാണ് അവരെ. ആ തല്ലുന്ന സമയത്ത് ഒരു 5000 രൂപ കയ്യിലോട്ട് വെച്ച് കൊടുത്ത് നോക്കി, അപ്പം നിർത്തുപടി, അപ്പം നിർത്തും. വേണമെങ്കിൽ സോറി പറഞ്ഞ് ഒരു മരുന്നൊക്കെ മേടിച്ച് പുരട്ടി പൊക്കോന്ന് പറയും. അത്ര ദ്രവ്യാഗിരികളാണ് അവരെ. എല്ലാവരും അല്ല കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു ശതമാനം നന്നായി വിശ്വസ്തയോടെ ജോലി ചെയ്യുന്ന അനേക പോലീസ് ഓഫീസർമാരുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ പരിചയത്തിലുള്ളവരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. എന്നാൽ ഒരു പറ്റം ക്രിമിനൽസ്, കള്ളന്മാരും, നമ്മുടെ പത്രോസ് പറഞ്ഞ കള്ളപ്രവാചകന്മാരും എന്ന് പറഞ്ഞ പോലെ കള്ളൻ അരിവച്ചവന്മാരുണ്ട്. അവരാണ് ഈ സേനയെ പോലും കളങ്കപ്പെടുത്തുന്നത്. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനതിൽ നിന്ന് മുമ്പോട്ട് വരട്ടെ. അപ്പോൾ ഇവിടെ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. ദരിദ്രരായ ഒരു വിധവ കയ്യിലുള്ള കാശ് മുഴുവൻ കൊടുത്ത് വൈദ്യർക്ക് കൊടുത്ത് ദരിദ്രനായി തീർന്നു. അങ്ങനെ ആ പുസ്തകം പറയുന്നത്. വൈദ്യന്മാരാൽ ദരിദ്രരായി തീർന്നു. കാശ് മുഴുവൻ അടിച്ചുകൊണ്ട് പോയി ഡോക്ടർമാർ. എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഒരു സൂപ്പർവൈസർ ബൈക്കിലിരുന്ന് പോയപ്പോൾ കാല് തള്ളവിരലിൽ വേറൊരു ബൈക്ക് വന്നിടിച്ച് തള്ളവിരലിൽ ഡാമേജ് ആയിപ്പോയി, പൊളന്നു പോയി, വല്ലാത്ത അവസ്ഥയിലായി. അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കയറ്റി. അവർ ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടതിന് അവർ ആദ്യം പറഞ്ഞത് 10,000 റുപ്പീസ് ആദ്യം കെട്ടിവെക്കണം, എന്നാൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുള്ളൂ. അവൻ്റെയൊക്കെ ലക്ഷ്യം എന്താ? ബ്രിട്ടീഷുകാരുടെ സായിപ്പന്മാർ വന്ന് ഇവിടെ രോഗികൾക്ക് ചികിത്സയും എല്ലാം സൗജന്യമായി കൊടുത്തു. നമ്മളിപ്പോൾ അത് കോടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ ചികിത്സ കൊണ്ട്. ഡോക്ടർമാരെ നഴ്സുമാരെ വാടകയ്ക്കെടുത്ത്, കെട്ടിടം വാടകയ്ക്കെടുത്ത് വലിയ തുകകളാണ് രോഗികളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നത്. വിദേശ രാജ്യത്തുള്ള മക്കളുള്ള മാതാപിതാക്കളെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഡോക്ടർമാർ ആദ്യം അവരുടെ റൂട്ട് എന്താണെന്ന് അന്വേഷിക്കും, അവരുടെ വേരുകൾ തേടും. എവിടെയാണ് പപ്പ മമ്മിയൊക്കെ എന്നൊക്കെ ചോദിക്കും. മക്കളൊക്കെ എവിടെയാണെന്ന് ചോദിക്കും. അമേരിക്കയിൽ ലണ്ടനിലാണെന്നൊക്കെ പറഞ്ഞാൽ തീർന്ന്. ഇടയ്ക്കൊരു പാർശ്വ പ്രസംഗിച്ച് അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ 3ാമത്തെ നില ആ തള്ളയെ കൊണ്ട് തള്ളയുടെ കാശ് കൊണ്ട് പണിയുന്നു. ശരിയാത് ഒരു പാർശ്വ പറഞ്ഞതാണ്. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിടക്കുന്നു. ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. ഈ ദരിദ്രരെന്ന് പറഞ്ഞാൽ
ഭൗതികമില്ലാത്തവരെയാണെന്ന് മാത്രം നമ്മൾ പഠിക്കരുത്. ആത്മാവിൽ ദരിദ്രരായവരെ ഭാഗ്യവാന്മാർ. എനിക്കൊരു ആത്മീയനാകണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് വചനം ധ്യാനിക്കണം, എനിക്ക് നല്ല നിലയിൽ ജീവിക്കണം, എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണം. എപ്പോഴും ആത്മീകമായ ഒരു ദാരിദ്ര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ളവർക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷത ഉണ്ടാകും, സംശയമില്ല. കർത്താവിനെ സേവിക്കാൻ കഴിയും. സ്തോത്രം. ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. ഇവിടെ ഫ്രാൻസിസ് ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരെ കർത്താവ് തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ്? നിങ്ങളെല്ലാം പാവങ്ങളാണ്. എന്തുകൊണ്ടാണ് പണക്കാരെ തിരഞ്ഞെടുക്കാത്തത്? യുവന്മാരൊന്നും ഗുണമില്ല. ആ കാശിൻ്റെ അഹങ്കാരം അവർ കാണിക്കും, എങ്ങനെയും കാണിക്കും അവർ. സഭയുടെ നേതൃത്വ നിരകളിൽ ഇരിക്കുന്ന സെക്രട്ടറി, പ്രസിഡന്റ്, ഇവരെല്ലാം വലിയ ധനാഢ്യന്മാരാണ്. അവരാണ് അഹങ്കാരം കാണിക്കുന്നത്. അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുന്നത് അതുകൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം. അവരുടെ കീഴിലുള്ള പാസ്റ്റർമാരെയൊക്കെ ചാടിക്കുന്ന ചാടിക്കൽ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ അഹങ്കാരം മൂത്തവരാണ്. കാരണം ഒരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരെക്കാളും വലിയ ശമ്പളം പറ്റുന്നവരാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പാസ്റ്റർമാർ. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എനിക്കത് പറയാൻ ഒരു മടിയില്ല. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൻ 80,000 രൂപ ശമ്പളം മേടിച്ചാൽ നമ്മുടെ പാസ്റ്റർ 1,20,000 മേടിക്കും. എനിക്കറിയാം, ചക്കും ചുക്കും അറിഞ്ഞൂടാ, വേദോത്സവത്തിൻ്റെ ABCD അറിഞ്ഞൂടാതെ ഊതിയും ഉന്തിയും കുറപ്പിച്ചും ചിരിപ്പിച്ചും ഇരിക്കുന്നവരൊക്കെ ഒരു മാസം അവരുടെ വരുമാനം 10-15 ലക്ഷം രൂപയാണ്. ഇവർ 8-10 വർഷം ഇവർ ജോലി ചെയ്താൽ, ഇവർ പാസ്സായിരുന്നാൽ എത്ര കോടികളാണ് അവരുടെ ആസ്തി. ഇതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഒരു പൊളിറ്റിക് ലീഡറിനെ കുറിച്ച് ഇന്നലെ ഒരാൾ പറഞ്ഞു, കാശുണ്ടാക്കണമോ രാഷ്ട്രീയത്തിലേക്ക് വരിക, കുറേ വാചക കസർത്തും കുറേ സർക്കസും ഒക്കെ കാണിച്ചാൽ ലക്ഷങ്ങളാണ് മാസം വരുമാനം. അത് തന്നെയല്ലേ ആത്മീയ ഗോളത്തിലും. പണ്ടൊരു ഉപദേശി പറഞ്ഞ പോലെ 10 ഇക്ഷ, 10 ഇക്ക, 10 ഇക്കു, 10 കൂ, 10 പി, 10 ചാ എല്ലാം കൂടി ഒരുമിച്ച് പ്രസംഗിച്ച് കുറേ എന്തോ പറയുക, പ്രസംഗത്തിൻ്റെ ഗാംഭീര്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവർ കാശായി, സ്ഥാനമായി, മാനമായി. പ്രിയ ദൈവമക്കളെ, പ്രസംഗത്തിൻ്റെ ചാതുര്യമല്ല, പ്രസംഗ ചാതുര്യം ക്രൂശ് നഷ്ടപ്പെടുന്നു എന്നാണ് പൗലോസ് പഠിപ്പിച്ചത്. വാക് സാമർത്ഥ്യത്തോടെ പ്രസംഗിക്കുമ്പോൾ ക്രൂശ് നഷ്ടമാകുന്നു എന്നാണ് പത്രോസ് പഠിപ്പിച്ചത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പൗലോസും യോഹന്നാനും യാക്കോബും എല്ലാം അത് പറയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ വിശ്വാസത്തിൽ സമ്പന്നരാക്കിയവര് ദരിദ്രന്മാരായവരാണ്. ഞാനത് പഠിച്ചത്, എനിക്കത് പഠിക്കാനിടയായത് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിലൂടെ. കൂടെ നടന്ന ശിഷ്യന്മാർ ആരൊക്കെ? അത് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ. പൗലൂസ് കൂടെ നടന്നില്ലെങ്കിലും കൂടെ നടന്നവരെക്കാൾ കൂടുതൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാവിൽ ജീവിച്ച ആളാണ്. അദ്ദേഹത്തിലും ആ മർമ്മം കിട്ടിയിട്ടുണ്ട്. അവരുടെ ബയോഡേറ്റ പറയുന്നൊരു ഭാഗം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ നാടി വരെ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വാക്യെടുത്ത് ഒന്ന് വായിച്ചു കൊടുത്തേ. എന്താ ഈ കാണിക്കണേ? സഭയത്തിന് ഇരിക്കുകയാണേ ചെയ്യണേ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 4-ന്റെ 11 മുതൽ 9, 10 വിട്ടിട്ട് 11, 12, 13 കൂടി വായിച്ചേ, ഉറച്ചു വായിച്ചേ. വചനം എന്ത് പറയുന്നു നോക്കാം. ഈ നാടക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിലെ ചവറ് പോലെയും, അപ്പോസ്തലന്മാർ ചവറ് പോലെയും അഴുക്ക് പോലെയും ദാരിദ്ര്യത്തിലും കുഞ്ഞാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാതെ കഷ്ടപ്പാടുകൂടി ജീവിച്ച് രക്തസാക്ഷികളായി അക്കരെ ചെന്നു. ഇന്നത്തെ ശിഷ്യന്മാര് ഈ കോടികൾ സമ്പാദിച്ച് എവിടെ പോകുമെന്നായി പറയണേ? ആരോടായി പറയണേ? 50 വർഷമായി പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കാന്നേ. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ബയോഡേറ്റയും ഇന്നുള്ള ശിഷ്യന്മാരെന്ന് പറയുന്നവരുടെ ബയോഡേറ്റയും കൂടി നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പറ, ഇതാരാ ഇത് ദൈവരാജ്യത്ത് ചെന്നെത്തുന്നേ? അവരാത്മീകമായി വിതച്ചിട്ടല്ലേ ഭൗതികമായത് കൊയ്തത്. ഇത് മുഴുവൻ ദുരുപദേശം വിതച്ചിട്ടല്ലേ ഭൗതികം കൊയ്തെടുക്കുന്നത്. സ്തോത്രം.
പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ അതൊക്കെ എവിടെ പോയി എന്ന് ഞങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പ്രസംഗ പരമ്പരയുടെ കണ്ടിന്യൂഷനാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തേക്ക് പോകാൻ ഇതല്ലാതെ വേറെ വഴിയില്ല പ്രിയമുള്ളവരെ. പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. വേദപുസ്തകം വിഭാവന ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമം വിഭാവന ചെയ്യുന്ന അനുഗ്രഹം എന്നുള്ളത് എന്താണ്? ആത്മീകമാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ആത്മീകമായ അനുഗ്രഹങ്ങളാണ് വേദപുസ്തകം വിഭാവന ചെയ്യുന്നത്. ഇവിടെ വിശ്വാസത്തിന്റെ സമ്പന്നത, തീത്തോസിന്റെ ലേഖനത്തിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ ആരോഗ്യം, വിശ്വാസത്തിൽ സമ്പന്നത, വിശ്വാസമുള്ളവരായിരിക്കുക. രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അവളെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തി. ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യപ്പെടുമെന്ന് അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് ചെയ്തു. അവൾ സൗഖ്യം കിട്ടി. അവളുടെ വിശ്വാസമാണ് അവളെ രക്ഷിച്ചത്. അവൾക്ക് വിശ്വാസമില്ലെങ്കിൽ സൗഖ്യം പ്രാപിക്കാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു. വിശ്വാസത്തിൽ സമ്പന്നത. ഈ ഒരു പദത്തിൽ നിന്നാൽ ഒരു ദിവസം മുഴുവൻ ഇന്ന് പ്രസംഗിക്കാൻ കഴിയും. അതുപോലെ ഒരു ബഹുത്തായ വിഷയമാണ്. ന്യായപ്രമാണം വിഭാവന ചെയ്യുന്നത് ഭൗതിക അനുഗ്രഹവും പുതിയ നിയമ ക്രിസ്തുവിന്റെ പ്രമാണം വിഭാവന ചെയ്യുന്നത് ആത്മീയ അനുഗ്രഹവും. ഈ ഒരു തിരിവ് ഒരു വിശ്വാസിയോ ഒരു ശുശ്രൂഷകനോ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവന്റെ ആയുസ് പാഴായി. കാരണം ഈ പ്രസംഗിച്ച് കൂട്ടി വച്ചേക്കുന്ന മുഴുവൻ അനുഗ്രഹിക്കും, വിടിവിക്കും, നന്മ തരും, അത് തരും, ഇത് തരും, വിസ തരും, കാറ് തരും, ലോറി തരും, വീട് തരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഈത്തുകളുടെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ ഇതാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ എവിടെ ചെന്നാലും. എൻ്റെ ഒരു സ്നേഹിതനായ വർഗീസ് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൗതികമായ അനുഗ്രഹങ്ങൾ അല്ല ദൈവം കൊടുക്കുന്നത്, ആത്മീയ അനുഗ്രഹമാണ്. പുതിയ നിയമത്തിൽ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. എന്ത് തിന്നും എന്ത് കുടിക്കുക എന്ത് കൊടുക്കുമെന്ന് വിചാരപ്പെടണ്ട. ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കും എന്നുള്ളത് കർത്താവ് നിനക്ക് തരും. നിനക്കും നിന്റെ സന്തതിക്കും എല്ലാവർക്കും തരും. നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടും ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കുമ്പോൾ. അല്ലാതെ വാരിക്കോരി കൂട്ടുന്നതൊന്നും ദൈവാനുഗ്രഹമല്ലെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തോമസ് കുട്ടിയുടെ ഒരു വിശ്വാസം ഇരുന്നുകൊണ്ട് ചോദിക്കുക, അപ്പോ ഈ ടെലിഫോൺ നടത്തുന്ന ഒരാളുടെ പേര് പറഞ്ഞില്ല, സ്വത്രം ദൈവമേ, സ്വത്രം സ്വത്രം സ്വത്രം, അംബാനിയെ അനുഗ്രഹിച്ചത് ദൈവമല്ലേ എന്ന് എന്താ മറുപടി പറയണ്ടേ? യൂസഫ് അലിയെ അനുഗ്രഹിച്ചത് ദൈവമല്ലേ എന്ന്, KP ഒന്നാനെ അനുഗ്രഹിച്ചത് ദൈവമല്ലേ എന്ന്, ലോകത്ത് കാണുന്ന കോടീശ്വരന്മാരെ അനുഗ്രഹിച്ചത് ദൈവമല്ലേ എന്ന്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒട്ടകത്തിന്റെ പാലും കുടിച്ച് കഴുതപ്പുറത്ത് കയറി നടന്ന ഈ കാട്ടറബികൾ കാട്ട്ലാക്കിന്റെ കാറിലും ബ്യൂക്കിന്റെ കാറിലും ലിങ്കന്റെ കാറിലും 5, 10, 15 കോടി വിലയുള്ള കാറുകളിൽ പോകുന്നവരെ ദൈവം അനുഗ്രഹിച്ചവരല്ലേ എന്ന് ചോദിക്കുക. പഴയ നിയമത്തിലെ അനുഗ്രഹം അങ്ങനെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാം. കാരണം അബ്രഹാമിന് അനുഗ്രഹം ഉണ്ടായല്ലോ. അവനുണ്ടായ ആടുമാടുകളും അവനുണ്ടായ കന്നുകാലികളും അവൻ്റെ സമ്പത്തും അവൻ്റെ വെള്ളിയും പൊന്നും ഒക്കെ വലിയ ധനാഢ്യനായിരുന്നു. ഉൽപ്പത്തി 13 അത് പഠിക്കുന്നുണ്ട്. ബഹുസമ്പന്നനായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറെ കള്ളപ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട് പ്രവചിക്കാൻ. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അബ്രഹാം ബഹുസമ്പന്നനായി. ഇവിടെ കർത്താവ് പറഞ്ഞ് വിറ്റ് തരത്തിൽ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാൻ. ഇനി അതെടുക്കണോ? ഈ പ്രവാചകൻ പറയണ എടുക്കണോ? ഏതെടുക്കണം പറ. ദൈവമക്കളെ, നമ്മൾ തെറ്റിപ്പോവുകയാണ് പല കാര്യങ്ങളിൽ. വചനത്തിൻ്റെ അറിവ് നമുക്കില്ലാത്തത് കൊണ്ട്, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകാത്തത് കൊണ്ട് നമ്മൾ തെറ്റിപ്പോവുക, തെറ്റിക്കിടക്കുക. പലരും തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായികാൽ തെറ്റിപ്പോകുന്നു. വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തെറ്റിക്കിടക്കുക പല കാര്യങ്ങളിൽ.
ലോകത്തിൻ്റെ പല അറിവുകൾ നേടിയാലൊന്നും നമ്മുടെ ആത്മീകമായ കാഴ്ചപ്പാട് ശരിയാവണമെന്നില്ല. ലോകത്തിൻ്റെ അറിവ് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, അതൊക്കെ നമുക്ക് ന്യായമായിട്ടൊക്കെ പ്രാപിച്ചെടുക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി ആത്മീകമായ ജ്ഞാനം, ദൈവിക ന്യായമായ ജ്ഞാനം, വചനത്തിൻ്റെ ജ്ഞാനം, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണം നമ്മൾ. അതാണ് ദൈവം നമുക്ക് വിശ്വാസികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഭൗതിക സമ്പത്തല്ല. വിശ്വാസത്തിൽ സമ്പന്നരാക്കി. ചില സമ്പന്നമായ അവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുക. 1 കൊരിന്ത്യർ 1:6 വായിക്കാം. ഇവിടെ യാക്കോബ് 2:5 പറയുന്നു, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നർ ആക്കി. അപ്പൊ വിശ്വാസത്തിൽ സമ്പന്നത 1 കൊരിന്ത്യർ 1:6 വായിക്കാം.